കിട്ടും, കൊടുക്കും, ലഭിക്കും എന്നൊക്കെ പറയുന്ന എല്ലാം പ്രോമിസാണ്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് 8870 പ്രോമിസിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ കോവിഡ് പിടിച്ച് 2 മാസത്തോളം 1.5 മാസത്തോളം, എനിക്ക് 2 പ്രാവശ്യം കോവിഡ് പിടിച്ചു. കണ്ടോ, 2 പ്രാവശ്യം എനിക്ക് കോവിഡ് പിടിച്ച്. എന്താ, ആരാ കോവിഡ് തന്നത്? നിങ്ങളല്ലേ തന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയല്ലേ, ഞാൻ പുറത്ത് പോണില്ലല്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് കാലത്തും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ജനങ്ങളുടെ വിഷയങ്ങൾ കേട്ടോണ്ട് തന്നെ. അപ്പോൾ ഒത്തിരി പേര് വരുമ്പോൾ ആരെങ്കിലും കയറി കയ്യെ പിടിക്കുക, അല്ലെങ്കിൽ അടുത്ത് നീക്കുക, തുമ്മുകയോ ചെയ്യുമ്പോൾ അത് കിട്ടും. അതാണ് 2 പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയപ്പോൾ 1.5 മാസം ഞാൻ കിടന്നുപോയി. കാര്യം 1.5 മാസം ഞാനും വിജയകുമാർ മാത്രം എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ കിടക്കുകയാണ് ഒറ്റയ്ക്ക്. അപ്പോൾ എന്നെ നോക്കിയത് മുഴുവനും നാഫർ എന്ന് പറഞ്ഞൊരു മുസ്ലിം സഹോദരനാണ്. അയാളാണെങ്കിൽ എൻ്റെ പൾസും എൻ്റെ ശ്വാസവും നോക്കാൻ വേണ്ടി വട്ടം കിടക്കുകയാണ് അവിടെ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അയാളെ കണ്ടപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി. അന്ന് 1.5 മാസം രാത്രി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക, ശ്വാസം കിട്ടാത്ത ദിവസങ്ങളായിരുന്നു അത്. അപ്പോൾ എൻ്റെ മേലിൽ ജവമാല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാഫർ അടുത്ത് കിടക്കുകയാണ് വട്ടം. എന്നുവെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു പന്തികഴി കണ്ട അപ്പോൾ പുള്ളിക്ക് അകത്തോട്ട് വരാൻ വേണ്ടി പുള്ളി പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കണേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു മനുഷ്യനാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ബന്ധുക്കളല്ല, സ്വന്തപ്പെട്ടുള്ള സഹപ്രവർത്തകരല്ല, ആരുമല്ല. ഇത് നിങ്ങൾ ഓർക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരെയും താങ്ങണതും തലോടണമെല്ലാം നാളെ നിങ്ങൾക്ക് അവർ പ്രയോജനപ്പെടുമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ നിങ്ങൾ താങ്ങേണ്ടതും തലോടേണ്ടതും ദൈവത്തെ മാത്രമാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ആ അറ്റാച്ച്മെൻ്റ് വെച്ചായിരിക്കും നിങ്ങൾക്ക് പണി കിട്ടാൻ പോണത്. പക്ഷേ ദൈവത്തോട് മാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ യഥാർത്ഥ സമയത്ത് ദൈവമാണ് ആളെ ദൂത വിടണത്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. ശ്രുതികട ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ പറഞ്ഞേ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ. അപ്പൊ ഈ നാഫർ ആരാണ് എൻ്റെ ഇരിക്കണേ? അവൻ്റെ ദൂതനാ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൂതനെ അയക്കും. എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യും? അവൻ നിന്റെ വഴികളിൽ, പറഞ്ഞേ, നിന്നെ കാത്തുകൊള്ളും. അപ്പം നമ്മുടെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരോ ഒന്നും അല്ല. ആരെയാണ്? ദൈവത്തെയാണ്. അവൻ്റെ ദൂതനാണ്. അതായത് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. ചില ആൾക്കാർ മക്കളെ എന്നും പറഞ്ഞ് മരിക്കാൻ നടക്കുന്നുണ്ട്. ചില അമ്മമാർ അവനോട് ഇപ്പം നിങ്ങൾ ദുബായിലോ റോമിലേക്കുള്ള മക്കളെ നിങ്ങൾ വിളിക്കും, എന്നിട്ട് കഴിച്ചാടാ, കുടിച്ചാടാ, കുളിച്ചാടാ എന്നൊക്കെ ചോദിക്കും. പ്രാർത്ഥിച്ചാടാന്ന് ഒരിക്കലും ചോദിക്കത്തില്ല ഈ പന്നി. അതാ പ്രശ്നം. എന്താ പ്രശ്നം? ജീവിതത്തിൽ അവർ ബേസിക്കായിട്ട് അമ്മയാണെങ്കിലും ലോകത്താൻ ജീവിയാണ്. അത് കാരണം അവളുടെ ആധ്യാത്മികതയെക്കുറിച്ച് അവർക്ക് കൺസെപ്റ്റ് ഇല്ല. എന്താ കാര്യം? ഇതിനാണ് ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബന്ധവും ബന്ധങ്ങളുടെ പരിപോഷണങ്ങളും ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഒരു മൈനറായിട്ടുള്ള ഒരു കൺസലേഷനിലൂടെ പോകത്തുള്ളൂ. ദൈവത്തെ മേജർ മിറക്കിൾസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മേജർ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞാനെന്താ 12 കൊല്ലം ഈ വിജയകുമാറിൻ്റെ ഹോട്ടൽ വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച 12 കൊല്ലം. കാര്യം ഇത് മുഴുവൻ റിലയൻസിൻ്റെ ലോൺ എടുത്തിട്ട് ചെയ്യണതാണ്. ആ റിലയൻസിൻ്റെ ലോണെന്ന് പറയുമ്പോൾ അതിൻ്റെ പണ്ടാര പലിശ കയറിയിട്ട് കോടികളുടെ കടത്തിൽ വിജയകുമാർ മുങ്ങുകയാണ്. ആരോടും പറയിക്കാതെ പുതിയ ലോൺ എടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ മിടുക്കനായിട്ട് വരും, സിമ്പിളിനായിട്ട് പോകും. പക്ഷേ ഞങ്ങൾക്ക് മാത്രമേ രണ്ടുപേർക്കും രഹസ്യങ്ങൾ അറിയാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഒരു ദിവസം എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ ഹോട്ടൽ വിൽക്കണില്ല. ഹോട്ടൽ വിൽക്കാനല്ല, വേറെ ഒന്നും വിൽക്കാൻ അവിടെ ഇല്ല താരം.
സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ സ്ഥലങ്ങളാണ് കിടക്കുന്നത്, അതൊന്നും വിറ്റ് പോകണില്ല, എല്ലാം റിയൽ എസ്റ്റേറ്റ് പ്രോബ്ലത്തിൽ കിടക്കുകയാണ്. പല സ്ഥലങ്ങൾക്കും പല പ്രശ്നങ്ങളാണ് കിടക്കുന്നത്, റവന്യൂ പ്രോബ്ലംസ്. അപ്പോൾ വിജയകുമാർ അങ്ങനെ ഒരു വല്ലാത്തൊരു സീറോ ലെവലിലേക്ക് വരികയാണ്. അപ്പോഴാണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് കോവിഡാണ്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഓക്കെ അച്ഛൻ കമ്മെന്ന് പറഞ്ഞു, നമുക്ക് ഉടനെ എളുപ്പം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ എന്താ ചെയ്തിരിക്കണത്, എനിക്ക് കോവിഡാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കോവിഡ് ആശുപത്രി കോവിഡ് രോഗികളുടെ പോലെ അവിടുത്തെ ഒരു കോയമ്പത്തൂർ ആശുപത്രി കിടക്കണം, ചാർത്തിൽ കിടക്കണം. ഒരു ചാർത്താണ് ഉണ്ടായിരുന്നത്. കാര്യം കോവിഡുകാരെ എല്ലാം അവരെല്ലാം കൂട്ടിയിട്ടിരിക്കണം അവിടെ കുറേ കോവിഡ്, അന്നത്തെ കാലത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കോവിഡുകാരെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കിടന്നതിന് ശേഷം എനിക്ക് രാത്രിയാണ് അവിടെ പോയി അഡ്മിറ്റ് ചെയ്യണത്. പക്ഷേ എന്താ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഈ ആന്തരിക അഭിഷേകം നിങ്ങളോട് എന്താ പറയാൻ കാരണം, ഇത്രയും ഇഷ്യൂസിലാണ് നിൽക്കുന്നത്. ചില കോവിഡുകാർ മരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അതായത് ഞാൻ റിലീവ്ഡ് ആകുമെന്നും എനിക്ക് ഐ ആം സോ ലൈവ് ആൻഡ് സോ ഹാപ്പി ആസ് ഇഫ് ഐ ആം നോട്ട് അഫക്റ്റഡ് ബൈ കോവിഡ്. അതായത് ഇത് സംഭവിക്കാത്ത പോലെ ഞാൻ കോവിഡ് അഫക്റ്റഡ് അല്ലാത്തതുപോലെ ഞാൻ ഹാപ്പിയാണ്. രാത്രി പിന്നെ വ്യത്യാസം 3 മണിയായപ്പോൾ എന്നെ മുറിയിലോട്ട് മാറ്റിയിട്ട് 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും ഹോട്ടലിലോട്ട് മാറ്റി. അപ്പോൾ ഈ സമയങ്ങളെല്ലാം എൻ്റെ കൂടെ ജപമാല ഇരിക്കണം. അതിൻ്റെ നിങ്ങൾക്ക് അഭിഷേകം, പ്രാർത്ഥനയിൽ അഭിഷേകം വേണമെങ്കിൽ നിങ്ങൾ ജപമാലയിൽ അഭിഷേകം മേടിക്കേണ്ടത്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് കാട്ടിലും ഏത് കോവിഡിലും കിടന്നുകൊണ്ട് നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ പറ്റും. ഇത്തിരി ഓർമ്മ മതി. എന്താണ് ജപമാലയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ, അത്രയേ ഉള്ളൂ. ജപമാല ചെല്ലാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ മതി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധം മതി നിനക്ക് ഒരു ജപമാല ആക്ടിവേറ്റ് ആകാൻ. അപ്പോൾ ഞാൻ ഈ ജപമാല എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കോ ഒരു ദിവസം 10-40 ജപമാല ചെല്ലും. കിടക്കാനല്ല, ചുമയുള്ള കാരണം ഇങ്ങനെ കിടക്കാൻ പറ്റും, ഇങ്ങനെ താങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ ഇരുന്നുകൊണ്ട് ജപമാല ചെല്ലുകയാണ്. ജപമാല ചൊല്ലി ഒരു ദിവസം സാറ് കയറി വന്ന് മുറി. ഇപ്പോൾ സാറിനാണെങ്കിൽ കോവിഡാണെങ്കിൽ സാറിനങ്ങനെ പേടിയൊന്നുമില്ല. സാർ എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നോട് പറഞ്ഞ്, അച്ഛാ കടം ഇത്തിരി പ്രശ്നമാകുന്നുണ്ട്, ഈ സംഭവം ഒന്ന് ഡിസ്പോസ് ആയാൽ മാത്രമേ, അതായത് ഒട്ടലാണേ, ഡിസ്പോസ് ആയാൽ മാത്രമേ നടക്കത്തുള്ളത്. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഞാനത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പോൾ കോവിഡ് രോഗം പിടിച്ച് എന്നിട്ടും ഉള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥനയിലില്ല. കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള ഈ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നുണ്ട്. രോഗിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാ, പ്രാർത്ഥനയുടെ മൂല്യം കൂടും. പണ്ട് നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊന്തയ്ക്ക് 10 പോയിൻ്റ് ആണെങ്കിൽ നമ്മളൊരു വലിയ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊന്തക്ക് 40 പോയിൻ്റ് ആകും. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. പ്രാർത്ഥനയുടെ മൂല്യം അത് ഏത് ശാരീരിക മാനസിക അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതെന്നാണ്. അതായത് നിങ്ങൾക്ക് പ്രാർത്ഥന വരം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ഷനിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ജിൻസിയില്ലേ, ജിൻസി എന്നാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻസിയുടെ ഭർത്താവിന് കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ ജിൻസി എന്താ പറയണത്, എനിക്ക് പിന്നെ പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ലെന്നാണ് പറയണത്. അതായത് ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ പിന്നെന്താ പറയണത്, എനിക്ക് പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ല. ഞാൻ പറയണത് പരിശുദ്ധ പരമദിവ്യകാരുണ്യം, എൻ്റെ മാതാവേ പരിശുദ്ധ പരമദിവ്യ, എന്താണ് പറയണത് നമുക്കൊരു പിടിയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യം, എൻ്റെ മാതാവേ. പ്രാർത്ഥനയെല്ലാം മറന്നുപോയി, വിശ്വാസപ്രമാണം മറന്നുപോയി, ജപമാല മറന്നുപോയി. പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കണം അറിയാൻ പാടില്ല. അതിൻ്റെ പ്രാർത്ഥനയുടെ സീക്വൻസ് മറന്നുപോയി, ക്രമമെല്ലാം തെറ്റിപ്പോയി. എൻ്റെ മാതാവേ എൻ്റെ മാതാവേ എന്നുള്ളത് അത് ഒരു ചെറിയ മൈനർ പ്രാർത്ഥനാ അനുഭവമാണ്. പക്ഷേ നിങ്ങളുടെ ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ബോധപൂർവം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതിന് പ്രാർത്ഥനാ വരമെന്ന് പറയും. എല്ലാവർക്കും ഉള്ളത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ വരമല്ല. പ്രാർത്ഥനാ വരവെന്ന് പറയുന്നത് പ്രെയർ ഇൻ ഡിഫിക്കൽട്ട് ടൈംസിലാണ് പ്രാർത്ഥനാ വരവെന്ന് പറയും. എല്ലാവർക്കും പ്രാർത്ഥന ചെല്ലാനറിയാം, അത് പക്ഷേ മേജർ ആയിട്ടുള്ള വിഷയം വന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. തന്നെയല്ല, മേജറായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ
പ്രാർത്ഥന കിട്ടത്തില്ല, ചെല്ലാൻ കിട്ടത്തില്ല. അല്ല പറയാം, എനിക്ക് പ്രാർത്ഥന കിട്ടില്ല, ഞാൻ എല്ലാ പ്രാർത്ഥനയും മറന്നുപോയി, ഡിലീറ്റായിപ്പോയി പ്രാർത്ഥന, ആവിയായിപ്പോയി പ്രാർത്ഥന. വിശ്വാസം ആവിയാവുകയും പ്രാർത്ഥന ഡിലീറ്റായും ചെയ്യുന്ന ഒരു ഭയങ്കര കാളരാത്രി. പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചില്ല. ശരിക്കും ഞാനത് വളരെ ബോധത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സാറ് പറയണത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാനത് പ്രാർത്ഥനയെ വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ അവിടുന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും നാൾ സാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, അവർക്കൊരു പ്രോജക്റ്റ് വന്ന് ആ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യണമെന്ന്. അവരുടനെ സാറിനോട് വന്ന് ചോദിച്ചു, ഹോസ്പിറ്റൽ നിങ്ങളുടെ ഹോട്ടൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാ വിലയെന്ന് പറഞ്ഞ്. അപ്പോൾ സാറ് പറഞ്ഞ് ഇതിന് 22 കോടി എന്ന് പറഞ്ഞു. 22 കോടി എന്ന് പറഞ്ഞ്. 22 കോടി എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് 22 കോടി എന്നാണ് പറയണമെന്ന് പറഞ്ഞ്. അപ്പോഴേ നമ്മുടെ കടങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞാൽ എന്ത് മിച്ചം ഉണ്ടാകുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറിനോട് പറഞ്ഞു, സാറേ എത്ര കുറച്ചാലും 18-ന് താഴെ കുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ആ അത്രയും സംഭവം നമുക്ക് കിട്ടുമെന്നൊരു ബോധമല്ല നമുക്കുള്ളത്, ഒരു ബോധമാണുള്ളത്. പക്ഷേ ആ ഒരു ആഴ്ച തന്നെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോകണമെമ്പോൾ തന്നെ ഒരു കെട്ട് പൈസയുമായിട്ട് സാറ് വന്നു. എന്താ കാര്യം? അഡ്വാൻസ് തന്നതാണ്. കുറച്ച് ക്യാഷും കുറേ ചെക്കുമായിട്ട് അവിടെ നടക്കണതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഈ അനുഭവങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലേശകാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഉടമ്പടി എടുത്തല്ല, ദൈവം എനിക്കിട്ടെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഉടമ്പടി എടുക്കാത്തവളൊക്കെ വെള്ളം അടിച്ച് സുന്ദരമായിട്ട് നടക്കണം, കല്യാണം കെട്ടിയും ഒക്കെ നടക്കണം, എനിക്ക് മാത്രമാണ് പ്രയാസമെന്ന് നിങ്ങൾ പറയരുത്. നമ്മളുടെ നിലപാട്, ഞാൻ 12 കൊല്ലം ആ ഹോട്ടൽ വിൽക്കാനുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്ത് കടം കൊണ്ടായാലും ഇതിന് ഫ്രണ്ടിലുള്ള സ്ഥലം എടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഹോട്ടൽ റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചത് എങ്ങനെ എടുക്കും, ഫ്രണ്ടിലുള്ള സ്ഥലത്തൊക്കെ കോയമ്പത്തൂർ ഭയങ്കര വിലയാണ്. ഞാൻ പറഞ്ഞ് കടം മേടിച്ചാലും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. കാര്യം എൻ്റെ മനസ്സിൽ അന്ന് സാറിൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞ്, ഇന്നല്ലെങ്കിൽ സാററിയണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിത് വിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് ഞാൻ വെഞ്ചരിച്ചിട്ട് പോരണത്. വെഞ്ചരിക്കുകയും ചെയ്തിട്ട് ഒട്ടൻ്റെ വിൽപ്പനയും തീരുമാനിച്ചിട്ടാണ് പോരണത് അവിടുന്ന്. എന്താ കാര്യം? അതാണ് എൻ്റെ കിടപ്പെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചെയ്ത് നോക്കുന്ന റവന്യൂ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകരുത്, അതുകൊണ്ടാണ് അത് സേഫ് ആക്കണം അത്രയും സ്ഥലം. അത് നമുക്ക് ആരെങ്കിലും കൊടുത്താൽ എടുക്കണം, അവർക്ക് നാളെ പണി വരരുത്, അങ്ങനെ കറക്റ്റ് ചെയ്ത്. അപ്പോൾ പക്ഷേ ഇത്രയും 12 കൊല്ലമായിട്ട് നടക്കണില്ല. അപ്പം നിങ്ങളെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മൂല്യം വർദ്ധനയുണ്ടെങ്കിൽ നിങ്ങളിപ്പം നിലവിലുള്ള കുരിശിനൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. അതെപ്പോഴും ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ കുരിശിനെ റിജക്റ്റ് ചെയ്യണത്, അപ്പോൾ നിങ്ങളുടെ മൂല്യം പോകും. ഇപ്പം നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ കഴുത്തേക്കാരൻ്റെ പാർട്ടിയാണ്, അല്ലെങ്കിൽ അവൾ സന്നദ്ധനായിട്ട് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്, എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറയണത് നിങ്ങൾ അവരെ തള്ളി പുറത്താക്കിയതാണ്, നിങ്ങളുടെ സ്വർണ്ണമൊക്കെ അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങളെടുത്തെന്നായിരിക്കും പറയണത്. അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങളെടുത്തെന്നും പറഞ്ഞ് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അവൾ വീട്ടിൽ പോയി നിൽക്കണതിന് നാട്ടുകാരോട് പറയാനൊരു കാരണമാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് പറ്റി? മകൻ്റെ ജീവിതവും പോയി, നിങ്ങൾ കള്ളിയുമായി, അവളുടെ സ്വർണ്ണം അടിച്ച് മാറ്റിയ കള്ളിയുമായി നിങ്ങൾ ആകപ്പാട്. അപ്പം നിങ്ങൾക്ക് വൈരാഗ്യം വിദ്വേഷമേ കൂടത്തുള്ളൂ. അതല്ല, ആ കുരിശിനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യണം. അവൾ എന്തും പറഞ്ഞോട്ടോ, എൻ്റെ മകൾ നാളെ ശരിയായിക്കൊള്ളും, അല്ലെ കർത്താവ് അവളെ ശരിയാക്കും. അതിൻ്റെ പേരിൽ നിങ്ങൾ പുതിയ പാപിയായിട്ട് മാറരുത്. പിടിയില്ല, പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ തരുന്ന ഉടമ്പടി കാലം എന്ന് വെച്ചാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, അല്ലാതെ അതൊരു പ്രാർത്ഥനാ രീതിയല്ല. ഉടമ്പടിയുടെ ഒരു ജീവിത രീതി, അതിന് ഉടമ്പടിയുടെ തനത് നിലപാടുണ്ട്, തനത് സമീപനമുണ്ട്, എല്ലാ വിഷയങ്ങളും. ഇതിനാണ് മാതാവ് സെപ്റ്റംബർ 7 ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞത്. ഇത് ഫയറാകുന്ന ഡിസ്പോസിഷൻസ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ വൈശാഖിൻ്റെ കാര്യം തന്നെ എടുക്കാം. വൈശാഖിന് ഇപ്പം എത്രയ്ക്ക് 10 ലക്ഷം ദർഹംസാണ് കിട്ടിയിരിക്കണം. 10 ദർഹംസിന് പകരം ഉടനെ കമ്പനി അവനെ രണ്ടാമത് തിരിച്ചെടുക്കുകയും ചെയ്ത് അവന് 10 ലക്ഷം ദർഹംസ് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ ലോണെല്ലാം അടച്ചു തീർത്ത്.
നല്ല കാശായിരുന്നു ഇതിൻ്റെ ഓപ്പറേഷനെ. ആ ലോണെല്ലാം അടച്ചു തീർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സംഭവം, ഇത്രയും നാൾ കിട്ടായിരുന്ന ഇൻഷുറൻസ് മുഴുവനും പാസ്സായി. ഒരു മനുഷ്യൻ 10 ദിർഹംസ് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയിലേക്ക് വരികയാണ്. എപ്പോഴും വിചാരിക്കേണ്ടത് നിങ്ങൾ ചെയ്യണത് ഇത് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് വൈശാഖ് ചെയ്തത് അല്ല. ഞാനിങ്ങനെ പറയണമുണ്ട് ഇങ്ങനെ കിട്ടുമെന്ന് ഓർത്തോട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവ് എന്നെ സംരക്ഷിക്കും, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും, അവൻ നിന്നെ കാത്തുകൊള്ളുന്ന സംഭവിക്കും. അത് കർത്താവിൻ്റെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കാവല് സംരക്ഷണം നോക്കാം. ടേക്ക് ദ റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്റെ വഴികളിൽ, ജീവിത വഴിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കൃപാസനത്തിൽ വന്നിട്ട് വീട്ടിൽ പോയ വഴിയല്ല ഉദ്ദേശിക്കുന്നത്. നിന്റെ വഴിയെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നിത്യത വരെയാണ് നമ്മുടെ വഴിയുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴി എവിടെ നിന്നാണ്? നിത്യത വരെ കിടക്കണം ആ വഴി. അപ്പം നിന്റെ വഴികളിൽ എന്തു ചെയ്യും? നിന്നെ കാത്തുകൊള്ളും, നിത്യത നേടുന്നതിലെന്ന്. ഈ വൈശാഖ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അത് എന്നെ വളരെ ഞെട്ടിപ്പിച്ചൊരു വാക്കാണ്. മരണം വരെ ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇതെങ്ങനെ തുടങ്ങിയത്? കൃപാസനം മാതാവ് എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാടെന്ന് പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ആളാണ്. എന്നിട്ട് ഈ മനുഷ്യൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അനുഭവത്തിലൂടെ മനുഷ്യൻ തന്നെ കണ്ടില്ലേ. ഇപ്പം എന്താ അവസാനം പറയണത്? മരണം വരെ നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയണം. അപ്പം ആ ഉടമ്പടിയെക്കുറിച്ച് ആ മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വലിയ കൺവിക്ഷനായിപ്പോയി. ഞാൻ എപ്പോഴും സന്തോഷിക്കണതേ, ഞാൻ എപ്പോഴും വൈ ഐ ആം എ മിഷണറി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, വൈ യു ആർ എ മിഷണറി. കാരണം എൻ്റെ ഉടുപ്പ് എൻ്റെ പട്ടം കിട്ടി 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഉടുപ്പ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ മിഷണറി ആണെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇടവക ജീവിക്കുമ്പോൾ തന്നെ ഒരു മിഷൻ കോൺഗ്രിഗേഷനിൽ പോയി ചേരേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇടവക വൈദ്യന് മിഷണറി ആകാൻ പറ്റും. മിഷണറിയുടെ ജോലി എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പോൾ നമ്മൾ മിഷണറിയായി. ഇപ്പം ഞാൻ മിഷണറിയായി, നിങ്ങളും മിഷണറി ആയില്ലേ? നിങ്ങളും മിഷണറി അല്ലേ ഇപ്പം? അപ്പോൾ അതിനേക്കാൾ വലിയൊരു ജോലി ഒരു മനുഷ്യന് ദൈവത്തിന് വേണ്ടി ചെയ്യാനില്ല. അതാണ് പ്രശ്നം. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വിഷയം, എന്നോട് ചോദിക്കണം നിങ്ങൾ വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്നറിയാമോ? എന്നോട് ചോദിക്കണം വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ക്രിസ്തു എന്ന് പറയുന്ന ആൾ, ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട്. അത്രയ്ക്ക് സംഭവമാണ് കർത്താവ്. നിങ്ങൾക്ക് ഞാൻ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മാതാവുമായിട്ടാണ് ബന്ധമെന്ന്. അങ്ങനെയല്ല, അത് സംഭവം അതല്ല. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം എന്ന് പറയണത്, ഞാൻ ക്രിസ്തുവുമായിട്ട് ഏതാണ്ട് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട്. അതൊരു ആനപ്പുറത്ത് വെള്ള ലോഹയിട്ട് ചുവപ്പ് അങ്കിയിട്ട കർത്താവ് ആനപ്പുറത്ത് പോകണം. ഞാൻ എൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് 4 വയസ്സിലെ സ്വപ്നം. അന്ന് മുതലാണ് ഞാൻ ഈ കർത്താവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ എൻ്റെ അപ്പനുമായിട്ട് 7ാമത്തെ വയസ്സിലോ അതോ 6ാമത്തെ വയസ്സിലോ ഞാൻ അപ്പനുമായിട്ട് സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് നടക്കുമ്പോൾ ഞങ്ങൾ ചെമ്പരത്തിക്കാട്ടിലെ കർത്താവിൻ്റെ ഒരു വലിയ മുൾക്കിരീടം അണിഞ്ഞ രൂപം കാണാം. അന്ന് മനസ്സിലായില്ല ഇത് നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പം ഞാൻ അപ്പനോട് പറയും, അപ്പ അതേ കർത്താവ് നിൽക്കണേ. ഏത് കർത്താവ് വെച്ചാൽ ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിലൊരു കർത്താവുണ്ട്. ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിരിക്കുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് കർത്താവിൻ്റെ തലേ മുഴുവൻ മുൾക്കിരീടമാണ്. അപ്പോഴാ കർത്താവിനാണ് ഞാൻ ഇരുട്ടത്ത് ഈ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ സന്ധ്യയ്ക്ക് ചെമ്പരത്തിക്കടി കാണുന്നത്. കർത്താവ് എന്നെ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിലുള്ളത് ഞാൻ സ്വപ്നത്തിൽ കണ്ട കർത്താവിൻ്റെ മുഖം തന്നെയുള്ള ഇതെന്ന്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നോ കർത്താവിനെ കുറിച്ചിക്കപ്പെടുന്നോ അതൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ പ്രായം ചെറുതാണല്ലോ. പക്ഷേ അതേസമയം തന്നെ കർത്താവ്
എന്ന് എനിക്ക് പുറത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ കൺമുമ്പിലുണ്ടെന്നുള്ള ബോധം എനിക്കുണ്ട്. അന്ന് മുതലാണ് ഞാൻ ഈ ആളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ മുഴുവനും അത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് അവസാനം ഞാൻ പട്ടത്തിന് ചേർന്ന് പട്ടം പഠിക്കി കഴിഞ്ഞ് പട്ടത്തിൻ്റെ സമയത്തൊക്കെ രാത്രിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം ഞാൻ പട്ടം എനിക്ക് ദൈവം തന്നതിന് ശേഷം ഞാനൊരു പള്ളിയിലോട്ട് വന്നു. ഒരു പള്ളി, മനക്കോടം പള്ളി. നിങ്ങൾ മനക്കോടത്ത് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് അപ്പോയിൻ്റ് ചെയ്യണ പള്ളി മനക്കോടം പള്ളിയിലാണ്. ഞാൻ ഇടവക ജീവിതം ഏതാണ്ട് അവസാനിപ്പിക്കണേണ്ട അവിടെ വെച്ചാണ്. കാര്യം അവിടെ വന്ന് തന്നെ തിരിച്ചു വന്ന് ഞാൻ അവിടെ ഫൊറോണ വികാരിയായിട്ടാണ് ഒരു സെക്ഷൻ ജീവിതം അവസാനിപ്പിക്കണത്. പിന്നെ ഇരുന്നെല്ലാം കൊച്ചുപള്ളി ചാപ്പൽ കെയർടേക്കറായിട്ട് ഇരുന്നത്. ഇപ്പോഴും ഒരു കൊച്ചുപള്ളിയായിരിക്കണേ. അപ്പോൾ അതൊരു സെക്ഷനാണ്. അവിടെ വെച്ചാണ് 2004 അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് കൊച്ചുപള്ളിയിൽ ഞാൻ അസ്തന്തിയായിട്ട് വന്ന പള്ളിയിൽ തന്നെ ഫൊറോണ വികാരിയായിട്ട് വന്നിട്ട് എൻ്റെ പട്ട ജീവിതം ഏറെക്കുറെ ഒരു കട്ട എത്തുമ്പോഴാണ് 2004, അത് 2004 അപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ. പിന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ആധ്യാത്മികമായ യാത്രയിൽ ആദ്യം സംഭവിക്കുന്നത് അമ്മ ഞാൻ ആ കൊച്ചു പള്ളിയിൽ ഈ മനക്കൂടത്ത് പള്ളിയിൽ ചാർജ് എടുത്ത് ഒരു ജനുവരി 18-ാം തീയതി ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അമ്മ അധികം യാത്ര ചെവി കേൾക്കാൻ കാരണം അധികം യാത്ര ഒന്നുമില്ല. ആ മനക്കോടത്ത് എവിടെയോ ഒരു അടിയന്തരത്തിന് വന്ന അമ്മ അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ അച്ഛനായി ചാർജ് എടുത്തിട്ട് 3 ദിവസം ആയുള്ളൂ. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാനൊരു ഷെഡിൽ താമസിക്കുകയാണ്. കാര്യം അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അച്ഛന്മാർക്ക് താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു. ചവവണ്ടി ഇട്ടിരുന്ന സ്ഥലത്തുനിന്ന് ചവവണ്ടി അവരെടുത്ത് മാറ്റിയിട്ട് എന്നെ കയറ്റി കിടത്തി അവിടെ. അത്രയുള്ള സംഭവം. ആ ഒരു കാലമാണത്. കാര്യം ആ പള്ളിയിൽ ഇന്ന് നല്ല സിറ്റുവേഷൻ ഉണ്ട് അവിടെ. ഞാനും ഫൊറോണ വികാരിയായിരുന്നപ്പോൾ നല്ല രീതിയിൽ അവിടെ പോയി താമസിച്ചത്. പക്ഷേ ഞാൻ തുടങ്ങിയത് ശവവണ്ടി എൻ്റെ അരികിൽ കിടക്കും, ഞാൻ ഇപ്പുറത്ത് ഷെഡിൽ കിടക്കും. ഷെഡിൽ കിടന്ന് ശവവണ്ടി പുറത്തെടുത്തിട്ട് അതിനൊരു പ്രത്യേക ഒരു ചാർത്തെടുത്തിട്ട് ഞാൻ ഈ ഷെഡിൽ ഒരു കട്ടിലിട്ട് അവിടെ കിടക്കും. അങ്ങനെയാണ്. അവിടെ ആണ് അമ്മ വരണത്. അപ്പോൾ അമ്മ വന്നിട്ട് അമ്മ എനിക്ക് ഒരു പടം തന്ന. കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ സ്വരത്തിൽ സംസാരിക്കണം, അമ്മയ്ക്കധികം കേൾക്കാൻ പാടില്ല. അപ്പം അമ്മ അധികം സംസാരിക്കണില്ല. ഞാനൊരു അടിയന്തരത്തിൽ വന്നാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്മ എനിക്കൊരു പടം തന്നു. പടം കണ്ടോടുകൂടി കണ്ണ് നിറഞ്ഞുപോയി. എന്താ കാര്യം? ഞാൻ ആ 6 വയസ്സിൽ മറ്റേ ചെമ്പരത്തിക്കാട്ടി കണ്ട അതേ പടം, അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ പണ്ടുണ്ടായിരുന്ന പടം തിരിച്ച് അമ്മ എനിക്ക് തന്നു. അതൊരു സ്ഥിരീകരണമാണ്. എന്നുവെച്ചാൽ നിൻ്റെ കൂടെ നീ ഇന്ന് എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കണം. എൻ്റെ ജോലി നിന്നെ ഞാൻ വിളിച്ചത് 4 വയസ്സിലും 6 വയസ്സിലുമാണ് നിന്നെ വിളിച്ചത്. അത് നീ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഓർമ്മ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. മുൾക്കിരീടം വഹിച്ചാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യങ്ങൾ. ഈ ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും ഛായയും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ ഉടനെ ദൈവം എന്നെ കൈവിട്ടു, ഉടമ്പടി എടുത്തിട്ട് എന്ത് കാര്യം? ഉടമ്പടി എടുക്കാത്തവന്മാരൊക്കെ അടിച്ചോൾ ജീവിക്കണം, ഞാൻ മാത്രം നരകിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ശാസി ഡയലോഗ് അടിക്കരുത്. മിണ്ടാതിരിക്കണം, മൗനമായിരിക്കണം. മറിയത്തെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലങ്ങളിൽ പോലെ മൗനാലം പിടിച്ച് കൃപ കരയേറ്റുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.